നിലവിലെ ഡേറ്റ് പ്രകാരം പ്ലാനിംഗ് പ്രകാരം ഓഗസ്റ്റ് 13-നാണ് നമ്മുടെ ഓണപ്പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ദിവസം നമ്മുടെ ഓണപ്പരീക്ഷ നടക്കുമോ? ഓണപ്പരീക്ഷ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ടോ? എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്? സോ ബേസിക്കലി പറയുകയാണെങ്കിൽ മഴ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്കറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിദ്യാർത്ഥികളായിക്കോട്ടെ ആളുകളായിക്കോട്ടെ എല്ലാവരും പ്രയാസത്തിലാണ്. വിചാരിച്ചതിനപ്പുറത്തേക്ക് മഴ പെയ്യുന്നുണ്ട്, വെള്ളം കയറുന്നുണ്ട്. പല സ്കൂളുകളും ഇന്ന് ക്യാമ്പുകളായി പ്രവർത്തിക്കുകയാണ്. നമ്മുടെ കറക്റ്റ് ഒരു ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 31-ാം തീയതി ആരംഭിച്ച ലീവുകൾ എല്ലാ ദിവസവും വൈകുന്നേരം കളക്ടർ പേജിൽ നമ്മൾ നോക്കുകയാണ്. നാളെ സ്കൂൾ അവധിയാണ്, നാളെ സ്കൂൾ അവധിയാണ്, നാളെ സ്കൂൾ അവധിയാണ്. അവധിയാണ് കാരണം മഴ പെയ്യാണ്, കാലാവസ്ഥ പല രീതിയിലാണ് പോകുന്നത്. നമ്മുടെ കുട്ടികളെ എല്ലാവരെയും അതേ സമയം പുറത്ത് ഒരേ സമയം എത്തുക സേഫ് അല്ല, നമുക്കറിയുന്ന ഒരു കാര്യമാണ് അല്ലേ? പക്ഷെ അത് നിരന്തരമായി തുടർന്ന് പോയി കഴിഞ്ഞാൽ എന്തിനാ ബാധിക്കുക? നമ്മുടെ പരീക്ഷയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ 31-ാം തീയതി മുതൽ 4-ാം തീയതി വരെ നോക്കുകയാണെങ്കിൽ തന്നെ 5 ദിവസം തുടർച്ചയായിട്ട് വിദ്യാർത്ഥികൾ ലീവാണ്, സ്കൂൾ ലീവാണ്. സ്കൂൾ ലീവായി കഴിഞ്ഞാൽ വീട്ടിൽ അവർ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ പല സ്ഥലവും വെള്ളം കയറി പ്രയാസത്തിലാണ്. കറണ്ട്, ഇലക്ട്രിസിറ്റി പോയ സ്ഥലങ്ങളുണ്ട്, വീടുകൾ തകർന്നു പോയ ആളുകളുണ്ട്, മറ്റ് സ്കൂളുകളുടെ ക്യാമ്പുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒരു പരീക്ഷയെ നേരിടാൻ നിലവിലെ സ്ഥിതി പ്രകാരം ഓക്കെ അല്ല എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് പരീക്ഷ 13-ാം തീയതി നടത്തണോ? അവിടെ ഇനിയും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ 13-ാം തീയതി പരീക്ഷ നടത്തുകയാണെങ്കിൽ നേരിടാൻ വേണ്ടി പോകുന്ന അടുത്തൊരു ചാലഞ്ച്, വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ പരീക്ഷ ഇത്തവണ നേരത്തെയാണ്. കഴിഞ്ഞ വർഷം ഓണപ്പരീക്ഷ നടന്ന ഡേറ്റും അതിന് മുന്നത്തെ വർഷം ഓണപ്പരീക്ഷ നടന്ന ഡേറ്റും നോക്കുകയാണെങ്കിൽ എത്രയോ ഒരാഴ്ചയോളം വീണ്ടും നേരത്തെയാണ് ഈ ഓഗസ്റ്റ് 13 എന്ന് പറഞ്ഞാൽ ഓണപ്പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത്. കാരണം നമുക്കറിയാം ഓണം മലയാള മാസമാണ്, അതിങ്ങനെ മാറുന്നതനുസരിച്ച് ചില ഡേറ്റുകൾ മാറും. പക്ഷേ നമ്മുടെ സ്കൂൾ തുറക്കുന്നതും നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആസ് യൂഷ്വൽ നമ്മുടെ ഇംഗ്ലീഷ് കാലണ്ടർ പ്രകാരമാണ്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന കാലണ്ടർ പ്രകാരമാണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഏതുമാണ് നമുക്ക് ആകെ പ്രവൃത്തി ദിവസമായി കിട്ടുന്നത് ജൂണിലൊരു മാസം, ജൂലൈയിലൊരു മാസം. ഓഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്തല്ല അവിടെ റിവിഷനേ ഉള്ളൂ. ശരിക്കും ഒരു കുട്ടിയുടെ ഏതൊരു പരീക്ഷയാണെങ്കിലും ആ കുട്ടിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കുട്ടിയെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന റിവിഷൻ തന്നെയാണ്. ക്ലാസ്സുകൾ കേട്ട് മാത്രം പോയാൽ അവസാന സമയം നടത്തുന്ന റിവിഷനാണ്. ആ റിവിഷൻ ക്ലാസ്സുകളാണ് ചുരുക്കി പറഞ്ഞാൽ എസ്പെഷ്യൽ ട്യൂഷൻ ക്ലാസ്സുകൾ. നമുക്കറിയാം ട്യൂഷൻ ക്ലാസ്സുകളാണ് കുട്ടികളെ ഏറ്റവും കൂടുതൽ എക്സാം ഓറിയന്റഡ് അത് തീവ്ര പരിശീലനം നൽകുന്നത്. അത് കഴിഞ്ഞ ഒരാഴ്ചയിൽ നടക്കുന്നില്ല. പരീക്ഷയുടെ അടുത്ത് നിൽക്കേണ്ട ഏറ്റവും എന്താണ് തീവ്ര പരിശീലനം ട്യൂഷൻ ക്ലാസ്സുകളിൽ നടക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുന്ന, പഠിക്കാൻ വേണ്ടി അവർ ഏറ്റവും കൂടുതൽ ട്യൂഷൻ ക്ലാസ്സിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് നൈറ്റ് ക്ലാസ്സുകളും ഈവനിങ് ക്ലാസ്സുകളായിട്ട് അവർ ഏറ്റവും എൻഗേജ് ചെയ്യുന്ന സമയമാണ് ഈ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത്. ചില കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ജോയിൻ ചെയ്ത് നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ ചില ഒരു ആശ്വാസം എന്നൊരു ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ മെജോറിറ്റി കുട്ടികൾക്കും ക്ലാസ്സുകൾ കൃത്യമായി ലഭ്യമാകുന്നില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ കുട്ടികളെ പ്രധാനപ്പെട്ട ഒരു സംശയം, ഞങ്ങൾ എങ്ങനെ പഠിക്കും സാറേ, പരീക്ഷയ്ക്ക് ഞങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നൊരു ചോദ്യം മെജോറിറ്റി കുട്ടികളും ചോദിക്കും. ആ കുട്ടികൾക്കുള്ള ഒരു ആശ്വാസ വാക്ക് എന്ന രീതിയിൽ ഈ ഒരു അവസ്ഥയിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് റേസ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരുന്നത്. നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും ബാച്ചുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഈ ഓണം എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നൽകാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പ് സ്റ്റോർ ആയിക്കോട്ടെ, നിങ്ങളുടെ പ്ലേ സ്റ്റോർ ആയിക്കോട്ടെ, പ്ലേ സ്റ്റോറിൽ നിങ്ങൾ ജസ്റ്റ് കയറുക, എന്നിട്ട് റേസ് ഓൺലൈൻ ആപ്പ് നിങ്ങൾ സെർച്ച് ചെയ്യുക. നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് അവിടെ കാണും, അത് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും കൊടുക്കും. അതിന് താഴെ നിങ്ങൾക്ക് സൈനിങ് എന്നുള്ള ഓപ്ഷൻ കാണും. സൈനിങ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുക. നിങ്ങളുടെ യൂസർ നെയിമായി നിങ്ങൾ കൊടുക്കേണ്ട മെയിൽ ഐ ഡിയും നിങ്ങൾ അവിടെ കൊടുക്കുന്ന പാസ്വേഡുമായിരിക്കും നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും. അത് നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കുക. അത് വെക്കുക, നിങ്ങൾ ലോഗിൻ ചെയ്യുക. ആ ലോഗിൻ ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾ സൈൻ അപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഇത് ആപ്പ് എടുക്കുക, യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക. എന്നിട്ട് അവിടെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യാനായിരിക്കും. നിങ്ങൾ 8ാം ക്ലാസ് ആണെങ്കിൽ 8ാം ക്ലാസ്, 9ാം ക്ലാസ് സ്റ്റേറ്റ് ആണ് 9ാം ക്ലാസ്, 10ാം ക്ലാസ് ആണ് 10ാം ക്ലാസ് അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കോഡ് സ്റ്റഡി സേഫ് 100, അതായത് നിങ്ങൾ വീട്ടിൽ സേഫ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. 100% ഫ്രീ ആയിട്ട് നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ട്, റേസ് നിങ്ങളെ കൂടെ ഉണ്ട്. അത് അടിച്ചു കൊടുക്കുക, ഫ്രീ ആയിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുക. ഒരു കുട്ടി പോലും മഴയുടെ പ്രയാസം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മഴക്കെടുതിയുടെ പ്രയാസം ഇപ്പോൾ നിങ്ങളുടെ ഓണം എക്സാം പ്രിപ്പറേഷൻ നിങ്ങൾ ബാധിക്കാൻ വേണ്ടി പാടില്ല. അത് മാത്രമല്ല, നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള 30 മിനിറ്റ്സിലേക്ക് റിവിഷൻ സഹായിക്കുന്ന വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക. ഓണപ്പരീക്ഷ മാറ്റണോ വേണ്ടേ? നിങ്ങളെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയുള്ളൂ. നിങ്ങൾ കോഴിക്കോട് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള കുട്ടികൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്ഥലത്തെ നിലവിലെ സ്ഥിതി എന്താണ്? നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പ്രാപ്തമാണോ? പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് പരീക്ഷകൾ മാറ്റണോ, മറ്റു കാര്യങ്ങളിൽ നമ്മൾ പോകണോ, അല്ലെങ്കിൽ നമ്മൾ റേസിന്റെ ആപ്പ് വെച്ച് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സേഫായി ഇരുന്ന് പഠിച്ചുകൊണ്ട് നമുക്ക് പരീക്ഷ എന്ത് ചെയ്യാം, നേരിടാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നിർബന്ധമായും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു എക്സാം സീസണും ഈ കാലാവസ്ഥ വ്യതിയാനത്തെയും നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തരണം ചെയ്യും. എപ്പോഴും റേസ് നിങ്ങളെ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ്.